ഫുൾ ഹിസ്റ്ററി. പീരിയോഡിക് സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിളാ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. SB ആണ് ഓപ്ഷൻ വരുന്നത്, എസിൻ്റെ മേലെ വരുന്ന ഓപ്ഷൻ അല്ലേ? ഓക്കെ. 2018 ZA. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പുള്ള 74,000 കിലോമീറ്റർ ഓടി. 74,000 ഓടിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓഫറിലൊരു കാറ് കൊടുത്തിരുന്നു. അതെ അതെ, നല്ല അടിപൊളി ഒരു വിലക്ക്. അത് ഇഷ്ടംപോലെ ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് തന്നെ കച്ചവടമായത്. അത് ശരി. അപ്പോൾ അടുത്തൊരു താറാണ് KL 86. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പർപ്പസിനോ അല്ലെങ്കിൽ മെയിനായിട്ട് അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും കണ്ണൂർ യൂസ്ഡ് കാസിലേക്ക് വന്നിരിക്കുകയാണ്. മുനീർ ഭായ് നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. നമ്മളിപ്പോൾ കറക്റ്റ് ഒരു മാസമായിട്ടുണ്ടാവില്ലല്ലോ? ആയോ? ഏകദേശം ആവുന്നേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതെ അതെ. ഓക്കെ. ഫസ്റ്റ് ടൈം നമ്മൾ കഴിഞ്ഞ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തത് ഇവിടെ വെച്ചിട്ട്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ മാട്ടൂലാണ്. ഏതൊക്കെ റൂട്ടിൽ നിന്ന് എങ്ങനെയൊക്കെ വരാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. കണ്ണൂരിൽ നിന്ന് 18 കിലോമീറ്റർ നമ്മുടെ ഇരിണാവ് മടക്കര വഴി. പിന്നെ പയ്യന്നൂർ സൈഡിൽ നിന്നൊക്കെ തളിപ്പറമ്പ് സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ പഴയങ്ങാടി ഒരു 4-5 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ഓക്കെ. 3 സെന്ററിൽ നിന്ന് 1 കിലോമീറ്റർ. പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ 18 കിലോമീറ്റർ. മാട്ടൂൽ അതാണ് സ്ഥലം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യമൊക്കെ അയച്ചു കൊടുക്കാം. അതെ. ഓക്കെ. നമ്മളിന്ന് എല്ലാ സെഗ്മെന്റും കാണിക്കുന്നുണ്ടോ? എല്ലാ സെഗ്മെന്റും കാണിക്കുന്നു. ഒരു താറുണ്ട് വണ്ടികള് പിന്നെ അവിടെ വേറെ സ്ഥലത്തായുള്ളത്. ഇപ്പൊ ഷോറൂമിന്റെ വർക്ക് നടക്കുന്നുണ്ടാണ്. നമ്മളിപ്പോ വീടിന്റെ മുറ്റത്തിട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ. വീടിന്റെ മുറ്റത്തും വേറെ ഗ്രൗണ്ടിലുമായിട്ട് ചെയ്യുന്നതാണ് വീഡിയോസ്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ലോണും കിട്ടും. ഓക്കെ. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം സ്വിഫ്റ്റാണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പ് അല്ലേ സ്വിഫ്റ്റിലെ? എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്ത്? 2016 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളത്. 1,10,000 കിലോമീറ്റർ ഓടി. ഏതാ, ഡീസലോ പെട്രോളോ? പെട്രോൾ. VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി അല്ലേ? അതെ. ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഡോറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ഡോറ് ലെഫ്റ്റ് സൈഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡാ? അതെ. 2 ഡോർ കമ്പനി തന്നെ ക്ലെയിം ചെയ്താ. പില്ലേഴ്സ് ഇല്ല, പില്ലേഴ്സ് ഒന്നുമില്ല. ഒരു 50 ആ റേഞ്ചിലുള്ള ക്ലെയിം. 50,000. അതെ. ഓക്കെ. 2 ഡോർ. ഗ്ലാസ് മാറിയോ? ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല. ഡോർ മാത്രം മാറിയതാണ് രണ്ടെണ്ണം. ഓക്കെ. VXI പെട്രോൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 12-15 റേഞ്ച് മൈലേജും കിട്ടും. 15 to 17 കിട്ടും. 17 കിട്ടും. ഓക്കെ. ഞാൻ കുറച്ചാണ് എന്തായാലും 17 കിട്ടുന്നുണ്ട്. ഓക്കെ. ടയേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ടയേഴ്സൊക്കെ ഏകദേശം ഒരു 25% ടയർ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ. ബാക്കി എത്ര കൊടുക്കാം? ഇത് ഒരു 3,90,000 ഫുൾ ലോണിൽ കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്താൽ 2016 VXI 3,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് 3,90,000 ഫുൾ ലോണിൽ. ഈ ഒരു പെട്രോൾ റീപ്ലേസ് ഇല്ലാത്തതാണെങ്കിൽ 2015 ഉണ്ട്. 4,20,000 വേറെയുണ്ട്. പിന്നെ വേറൊരു 15 VXI ഒരു 3,95 ഓടിയതുണ്ട്. ഒരു 3,90 റേഞ്ചിൽ. സ്വിഫ്റ്റ് 3 വണ്ടിയുണ്ട് അല്ലേ? ഇതേ ഷേപ്പ് തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്തോളൂ. ഇത് 2016 3,90,000 VXI കൊണ്ടുപോകാം ഫുൾ ലോണ്. ഒരു പൈസ ഇറക്കണ്ട. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ബലേനോ ആണ്. KL 13 കണ്ണൂർ വണ്ടി. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? 2017 സീറ്റ ഓട്ടോമാറ്റിക് CVT വരുന്നതാണ്. അതെ, CVT. ഓക്കെ. 17 മോഡലാണ്. ഇപ്പോൾ AMT ആണ് വരുന്നത്. ഇപ്പോൾ CVT ഗിയർ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി അല്ലേ? എത്ര ഓട്ടം പോയി? സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ. 50,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഒരു വർഷത്തിന് കമ്പയർ ചെയ്ത് നോക്കിയാൽ. പിന്നെ CT ആണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ് അടക്കം വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്തോ ഇൻഫോടൈൻമെന്റിന്റെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ അല്ലേ? ആൽഫയിലേക്ക് പോകുമ്പോൾ. ഓക്കെ. ടച്ച് സ്ക്രീൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. 50,000 കിലോമീറ്റർ മാത്രം ഓടിയാൽ എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 2017 CVT ഓട്ടോമാറ്റിക് ബലേനോ നമുക്ക് എത്ര കൊടുക്കാം? 6,30,000 കൊടുക്കാം. 6,30,000. അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് CVT ബലേനോ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. റേഞ്ച് കുറച്ചിട്ട് ഇതേപോലെ ഒരു 17 സീറ്റാ CVT കൂടി ഉണ്ട്. ഓറഞ്ച് കളർ വരുന്നത്. കുറച്ചും കൂടി നമുക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുക്കാം. ശരി. എത്ര കൊടുക്കാം? അത് നമുക്കൊരു 6,00,000 താഴെയായിട്ട് കൊടുക്കാം. ഇത് 6,30,000 ഈ ഒരു വണ്ടി.
ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല? ഇല്ല, മേജർ ആക്സിഡന്റ് രജിസ്ട്രേഷൻ ഒന്നും. മാക്സിമം ലോൺ കയറും? മാക്സിമം അതെ, ഒരു 6-10 വരെ ലോൺ ചെയ്യും. ഒരു 10-20,000 കണ്ടാൽ ഇറക്കാം. ഓക്കെ, ഒരു നോർമൽ ട്രാക്കുള്ള ആളാണെങ്കിൽ കയറുമല്ലോ അത്രയും? അതെ, കയറും. ഓക്കെ. ടൊയോട്ട എറ്റിയോസ് ആണ്, KL 7 രജിസ്ട്രേഷൻ, എറണാകുളം വണ്ടി അല്ല? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2016 തേർഡ് ഓണർഷിപ്പ് ഉള്ളതാണ്. 16 ഈ ഷേപ്പ് വരുന്നുണ്ടോ? VX. ഈ ഷേപ്പാണോ വരുന്നത്? 16 VX അല്ല? അതെ. തേർഡ് ഓണർഷിപ്പ് കേരള വണ്ടിയാ? കേരള വണ്ടി, ഒറിജിനൽ കേരള. പെട്രോളാണ്, VX ആണ്. മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിരിക്കും അതെ അല്ലേ? അതെ. ഓട്ടോ എത്ര പോയി? ഓട്ടം 50,000. 50,000. ഓക്കെ. VX ടോപ്പ് അല്ലേ ഇതിൽ? അതെ അതെ. ഓക്കെ. മൈലേജ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഒരു 11-15 ഇടയിലായിട്ടൊക്കെ കണ്ടാൽ മതി. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ അതിൽ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. വണ്ടി എന്തായാലും നീറ്റാണ്, നല്ല സീറ്റ് കവേഴ്സ്, അടിപൊളി ടയേഴ്സാണ്. നമ്മളെ കസ്റ്റമർ വണ്ടിയാണ്. പാർക്കിംഗ് പാർക്കിംഗ് സെയിലാണ്. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടി ഹിസ്റ്ററി ക്രോസ് ചെക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ സ്റ്റോക്കാണ്. ഓക്കെ. ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടി കമ്പനി പോയി. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നവർ? ഇതിപ്പോൾ 4,40,000. 4,40,000 അല്ലേ? 2016 സിംഗിൾ ഓണർഷിപ്പ് ഉള്ളതും ഉണ്ട് 15. അതിന് 4.5. അത് 15 ആണ്. ഓക്കെ. അത് സിംഗിൾ ഓണർഷിപ്പാണ്, ഇത് തേർഡ് ഓണർഷിപ്പിലേക്കാണ്. എന്നാലും ലോൺ കിട്ടുമല്ലോ അല്ലേ? അതെ, ലോൺ കിട്ടും. പിന്നെ കുറച്ചും കൂടി മൈലേജ് വേണമെന്നവർക്ക് അൾട്ടിസ് ഉണ്ട്, കേരള വണ്ടി. 2014 ന്യൂ ഷേപ്പിൽ വരും. ഡീസൽ? അതെ, ഡീസൽ. ഓക്കെ. ഇതിന് ഡീസലല്ലോ? അല്ല, ഇത് പെട്രോളേ വരുന്നുള്ളൂ. പെട്രോളേ ഉള്ളൂ. പെട്രോളാണ് രണ്ടും ഉള്ളത്. ഓക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം ലോൺ സൗകര്യം ലഭിക്കുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ഇനി ഒരു ചെറിയ സെഗ്മെൻറ്റിലേക്ക് വന്നാൽ അതാ ഒരു മാരുതി 800 KL 13 രജിസ്ട്രേഷൻ അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 LXI 7,000 കിലോമീറ്റർ മാത്രം ഓടിയാണ്. ഓക്കെ, വെറും 7,000 അല്ലേ? ഇപ്പോൾ 800 ഇല്ലല്ലോ? ഇല്ലില്ല, കേട്ടനാ ഇറങ്ങുന്നല്ലേ? ഇതിൽ തന്നെ ഇപ്പോൾ സെൻട്രൽ ലോക്ക്, സീറ്റ് കവേഴ്സ്, സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ട് പിന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. VXIയിലേക്ക് വരുന്ന സമയത്ത് മാറ്റം വരുന്നത് സ്റ്റീരിയോയും അതുപോലെ ഇതുമാണ്, സെൻട്രൽ ലോക്കും 2 ചെയ്തിട്ടുണ്ട് അഡീഷണൽ. അപ്പോൾ ഒരു VXI പോലെ തന്നെ ആയി. LXI 2022 വാഹനമാണ്, 23 രജിസ്ട്രേഷൻ വരുന്നുണ്ട് അല്ലേ? ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. വാറണ്ടി ഇപ്പോൾ എത്ര വരിക? 25 കഴിയോ? 28 വരെ വരുന്നുണ്ട്. 28 വരെ ഉണ്ട്. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് 800. എന്താ നല്ല മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്നൊരു വണ്ടി. ലോ കിലോമീറ്റർ ആണ്, 7,000 അതെ. എത്ര കൊടുക്കാൻ പറ്റുന്നത്? 3,95,000. 3,95,000 LXI. പക്ഷേ VXIൻ്റെ ഓപ്ഷൻസ് ചെയ്തൊരു LXI വാഹനം 3,95,000 കൊണ്ടുപോകാം. ഒരു 3.5 ലോൺ കിട്ടോ? അതെ അതെ, 3,60 വരെ ലോൺ ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പം നമ്മൾ കണ്ടുകൊടുക്കുന്നതിൽ ഓൾമോസ്റ്റ് മാരുതി സുസുക്കിയാണ് അല്ലേ? ഓക്കെ. അടുത്തത് ഇഗ്നിസ് ആണ്, KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2018-19 സിഗ്മയിൽ വരുന്നത്, സിഗ്മ മാനുവൽ. അതെ, ബേസ് ഓപ്ഷൻ ആണ്. 74,000 കിലോമീറ്റർ ഓടി. 74 ഓടി. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്. ഓക്കെ. എന്തായാലും ക്ലെയിം ഒന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 18 മോഡൽ 19 രജിസ്ട്രേഷൻ അല്ലേ? 19 രജിസ്ട്രേഷൻ, 70,000 ഓടിയ സിഗ്മയാണ്. പവർ വിൻഡോസ് 2 വരുള്ളൂ? 2 ചെയ്തു. ഓക്കെ. അഡീഷണൽ ഒന്നും ചെയ്തില്ലല്ലോ? റിമോട്ട് സെൻട്രൽ ലോക്കും പിന്നെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡാ സ്ക്രീന്? അതെ അതെ, സ്ക്രീൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. ഒരു പ്രീമിയം കാറ്റഗറിയാണ് നെക്സ സീരീസ് വണ്ടി. എത്ര കൊടുക്കാത്? 4 ലക്ഷത്തിന് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 2018 മോഡൽ 19 രജിസ്ട്രേഷൻ. കുറച്ച് മോഡൽ കൂടി ഇഗ്നിസ് ആണെങ്കിൽ അതുകൊണ്ട് 2022 ഉണ്ട് സിഗ്മ 525. സിഗ്മ തന്നെയാ? അതെ, 525 സിംഗിൾ ഓണർഷിപ്പുള്ള 40,000 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ ഫുൾ ഓൺ കിട്ടോ? ഫുൾ ഓൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റ് വന്നു, KL 86. ഇവിടുത്തെ രജിസ്ട്രേഷൻ ആണ്, പയ്യന്നൂർ. അതെ. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2022 VXI 38,000 കിലോമീറ്റർ ഓടിയത്. ലോ കിലോമീറ്റർ ആണല്ലേ? പുതിയ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്താണ്. ഓക്കെ. ബമ്പർ ടു ബമ്പർ തന്നെ കിട്ടി? അതെ, ബമ്പർ ടു ബമ്പർ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ബമ്പർ ടു ബമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്ലെയിം സംഭവിച്ചാൽ നമുക്ക് വെറും 1,000 രൂപയുടെ പേപ്പർ വർക്കേ ഉണ്ടാവും. അതെ. മറ്റേതെന്ന് വെച്ചാൽ ഫുൾ കവർ എന്ന് വെച്ചാൽ ഡിപ്രിസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതെന്തായാലും ബമ്പർ ടു ബമ്പറിലേക്കാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. VXI? VXI 2022. ഓക്കെ. ഓട്ടോ എത്ര പോയി? 38,000. സോറി, 38,000. ആ ഒരു ഓട്ടത്തിലുള്ള ടയേഴ്സ് കഴിയുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഒരു ZX ഓട്ടോമാറ്റിക് ഉണ്ട്, 22-23. ഓക്കെ, സ്റ്റോക്ക് ഉണ്ട്, ജസ്റ്റ് കാണിക്കാം. ഇത് മാനുവൽ അല്ല? അതെ അതെ. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതൊരു 6,55,000 കൊടുക്കാം. 6,85. 55. ഓക്കെ. 6,55,000 രൂപ. 2022 വാഹനമാണ് VXI. ഓക്കെ. 6 lakh ലോൺ കേട്ടോ? 6,25,000 വരെ ലോൺ, 6,25,000 വരെ ലോൺ ഫുള്ള് കിട്ടും. അതെ.
ഓക്കെ, ഫുള്ളും ചാൻസ് ഉള്ള വാഹനം. ലോണ് പറയുമ്പോൾ ട്രാക്ക് എപ്പോഴും പറയുന്നതാണ്, എല്ലാവരും വിളിച്ചിട്ട് ഒന്ന് കൺഫേം ആക്കിയിട്ട് വാട്സപ്പിലോ അല്ല കോൺടാക്റ്റിൽ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡൊക്കെ അയച്ചു കൊടുത്ത് അതിനുശേഷം ചെക്ക് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയതിന് ശേഷമൊക്കെ വരിക. ലോങ്ങിൽ നിന്നൊക്കെ വരുമ്പോൾ ഫുൾ ലോൺ കിട്ടുന്ന നേരിട്ട് ഓടി വരരുത്, കൺഫേം ആക്കിയിട്ട് വരിക. ഓക്കെ, ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ 7 ലക്ഷമാണ് ചോദിക്കുന്നത്. 7 ലക്ഷം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് 55 6,55,000 രൂപയ്ക്ക് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഓഫറിലൊരു താറ് കൊടുത്തിരുന്നു, നല്ല അടിപൊളി ഒരു വിലക്ക്. അത് ഇഷ്ടംപോലെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പോൾ അടുത്തൊരു താറാണ് KL 86, ഇവിടെ തന്നെ രജിസ്ട്രേഷനാണ്, പയ്യന്നൂർ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 4x4 മാനുവൽ ഡീസൽ 4x4 അല്ലേ? 22 മാനുവൽ വണ്ടിയാണ്. ബാക്കി ഓട്ടം 15,000 കിലോമീറ്റർ മാത്രം ഓടിയതാണ്. അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. അതെ. എത്ര പേരുണ്ട് വാറണ്ടി? ഇപ്പം ഈ വർഷം ലാസ്റ്റ് വരെയുണ്ട്. നമുക്ക് വീണ്ടും 2 വർഷം റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടി. 2022 4x4 ഡീസൽ മാനുവൽ വാഹനം, ഒരു വണ്ടി പ്രാന്തൻ്റെ കറക്റ്റ് വാഹനം അല്ലേ? ഓക്കെ, നല്ല ഗ്രില്ലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ക്ലെയിമും കാര്യമൊന്നും ഉണ്ടാവില്ല? ഒന്നുമില്ല. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ തന്നെ? ഓക്കെ, ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് 15,20 കൊടുക്കാം. 15,20,000 രൂപ 4x4 മാനുവൽ കാറാണ്, ഡീസൽ. എന്താ പറയുക, ഒരു 12-13 മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും 13 കിട്ടും. ഓക്കെ, ഇപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡ് പർപ്പസ് ആയിരുന്നു ഫുള്ള്, ഇപ്പം എന്ന് വെച്ചാൽ അതല്ല, റോഡ് കൂടെ തന്നെയാണ്, അതുകൊണ്ട് മൈലേജ് എടുത്ത് ചോദിച്ചത്. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ ഒരു 13 വരെ ലോൺ കയറും. 13 ലക്ഷം വരെ ലോൺ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പുതിയ ഇറങ്ങുന്നതിന് ഈ 3 ഡോറിന് എത്ര വരുന്നുണ്ട് ഇപ്പോൾ? പുതിയതിനിപ്പോൾ ഏകദേശം 19.5 റേഞ്ച് വരുന്നുണ്ട്. 19 വരുന്നുണ്ട്. 19 അതിൽ 50,000 ഓഫർ. ഓക്കെ, എന്തായാലും റോക്സുമായിട്ട് കമ്പയർ ചെയ്യണ്ട, അത് നിങ്ങൾ നോക്കിയാൽ വേണ്ട, നല്ല വിലയാണ്, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് 2023 ഒരു റിയൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഉണ്ട്. 2 ലക്ഷത്തിന് മേലെ ഫിറ്റിംഗ്സിൽ ഒരു വണ്ടി. അത് ശരി. അതാണ് സമയത്ത് ഒരു 14,000 അത് കൊടുക്കാം. ഏതാ മോഡല്? അത് 23 മോഡലിൽ ഓട്ടോമാറ്റിക്കിലും വണ്ടി 2 ലക്ഷം രൂപയുടെ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിയാണ്. അത് ശരി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവിടുത്തെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫുൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന വണ്ടികൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു ബ്രസ്സയാണ്, KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇപ്രാവശ്യം ഇപ്പോൾ കണ്ടെടുത്തോളം വണ്ടികൾ എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ്. കണ്ണൂർ, തളിപ്പറമ്പ് അങ്ങനത്തെ സൈഡ് തന്നെയാണ്. എങ്ങനെ കാര്യങ്ങളിത്? 2018 ZDI. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പുള്ള 74,000 കിലോമീറ്റർ ഓടി. 74,000 ഓടിയിട്ടുള്ളൂ. ZDI ആണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ പ്ലസ് ഇതിൻ്റെ മേലെ വരും, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന 2018 അല്ല? 18 മോഡൽ. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവില്ലേ? ഓക്കെ, മാനുവൽ വണ്ടിയാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ ആപ്രോണോ ബോണറ്റോ ഒന്നും മാറിയില്ല? അപ്പോൾ ചെറിയെന്തോ കാരണം കൊണ്ട് പൊട്ടിയതാണ്. ഹിസ്റ്ററി കമ്പനി എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ കാരണം പറയണ്ട, അവർ അന്വേഷിച്ചോട്ടെ. കമ്പനി ഹിസ്റ്ററി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ടയേഴ്സ് ഉണ്ട്, ഒരു 70 എബോവ് ടയേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്കൊരു 8,20 കൊടുക്കാം. 8,20,000 2018 ZDI ബ്രസ്സ കൊണ്ടുപോകാം. ഓക്കെ, ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഡീസൽ വണ്ടി. ഒരു 7.5 ലോൺ കിട്ടും. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല വണ്ടിയിൽ? ലോ കിലോമീറ്റർ ആണ്. അവർ ഡീസൽ വണ്ടിയെ സംബന്ധിച്ചുള്ള ഒരു കിലോമീറ്ററിന് കുറവാണ്. ഓക്കെ, ഹ്യുണ്ടായ് വെന്യൂ KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷനാണ്, കണ്ണൂർ ജില്ലയിൽ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 SX+ ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് അല്ല? ഓക്കെ, സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്, ക്യാമറ. ഓക്കെ, വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാറണ്ടി ഇല്ല. വാറണ്ടി ഇപ്പോൾ 20 അല്ല, 25. എത്ര ഓട്ടം പോയി? 18,000 മാത്രം ഓടിയതാണ്. ലോ കിലോമീറ്റർ, കറക്റ്റ്, വളരെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, ആ ടയേഴ്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര ഓടിയുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്രയും ചോദിക്കുന്നത്? ഇതിപ്പോൾ ഒരു 9,60 ഫുൾ ലോണിൽ കൊടുക്കാം. 9,60,000 2020 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. SX+ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. അപ്പോൾ ഫുൾ ഓപ്ഷനിൽ അടുത്തൊരു കോമ്പാക്ട് SUV കൂടിയായി. ഓക്കെ, അടുത്ത വണ്ടിയിൽ പോകും. അടുത്തത് ക്വിഡാണ്, ഒരു ചെറിയ വണ്ടി, KL 7 എറണാകുളം രജിസ്ട്രേഷൻ. എങ്ങനെയാണ് കാര്യങ്ങളിത്? 2017 സെക്കൻഡ് ഓണർഷിപ്പുള്ള 60,000 കിലോമീറ്റർ ഓടി.
RXD 1 ലിറ്റർ വരുന്ന വണ്ടി. 1 ലിറ്റർ ആണ്. ഓക്കെ. 800 cc ഉണ്ട്, 1000 ഉണ്ട്, 1000 ആണ്. ഓട്ടോമാറ്റിക് വാങ്ങും, ചെറിയ റേഞ്ചിൽ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് പിന്നെ 1000 വരുന്നുള്ളൂ. 2017 വണ്ടി. എത്ര ഓടെ? 60,000 കിലോമീറ്റർ ഓടി. 60,000 സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. AMT ഗിയർ ബോക്സ് ആണ്. 18-20 റേഞ്ച് എന്തായാലും മൈലേജ് ഏകദേശം കിട്ടും. ഏകദേശം മൈലേജ് 15 to 17 17 അത്രേ ഉള്ളൂ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 3,20,000. 2017 അല്ലേ? 3,20 ഓട്ടോമാറ്റിക് ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1000 cc സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ലോണ് എത്ര കിട്ടും? ലോൺ ഒരു 2,80 വരെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പർപ്പസിനോ അല്ലെങ്കിൽ മെയിനായിട്ട് അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. ടയേഴ്സൊക്കെ ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല അല്ലേ? ഓക്കെ. പുതിയ ടയേഴ്സാണ്. എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. നിങ്ങൾ ജനറൽ സർവീസ് ചെയ്ത് കൊടുക്കും? ഇവിടുന്ന് കൊടുക്കും വണ്ടി? അതെ, സർവീസൊക്കെ ആവാനായ വണ്ടിയാണെങ്കിൽ ചെയ്തിട്ടേ കൊടുക്കും. ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോയിലും ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എടുത്തു പോയിട്ട് വണ്ടി വഴിക്കാവുന്ന പല സിറ്റുവേഷൻ ഉണ്ട്, ആൾക്കാർ അറിയാതെ. ഓക്കെ. എല്ലാവരോടൊന്നും ഇൻഫോം ചെയ്തേക്ക് ഇത്രേ ചെയ്യണമെന്നുള്ളത്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹോണ്ട സിറ്റി KL59 തളിപ്പറമ്പ് വണ്ടിയാണ് ഇത് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 SV വരുന്ന ഡീസൽ സിറ്റിയാണ്. നല്ല മൈലേജ്. 37,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. ഏതാ മോഡൽ പറഞ്ഞാൽ? 2015. അതെ. വളരെ ലോ കിലോമീറ്റർ. വിശ്വസിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? ഫുൾ ഹിസ്റ്ററി. പീരിയോഡിക് സർവീസ് ഒക്കെ പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. SB ആണ് ഓപ്ഷൻ വരുന്നത്. എസിൻ്റെ മേലെ വരുന്ന ഓപ്ഷൻ അല്ലേ? ഓക്കെ. ഇവിടെ നിങ്ങൾ ഈ ഷെയ്ഡുള്ള കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ വിളിച്ച് പെട്ടെന്ന് ബോണറ്റ് ഡെൻഡായതാണ്. ഷെയ്ഡാണ്. ക്യാമറ കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഡിക്കി റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് ബമ്പർ, ടൈൽ ലാമ്പ് അത് മാറിയിട്ടുണ്ട്. ബാക്ക് ചെറിയ പരിക്കുണ്ട്. അതിന്റെ ഫോട്ടോ ഉണ്ട്. ചെറിയ വണ്ടി വന്നിട്ട് തട്ടിയിട്ടുണ്ട്. മെയിൻ ഉള്ളോട്ടേക്കൊന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. ഓക്കെ. ഒന്നാമത് ഒരു 17 ശേഷം ഞാൻ ഇതുവരെ ഒരു 70,000 താഴെ ഓടിയ വണ്ടി കണ്ടിട്ടില്ല സിറ്റി ഡീസൽ. ശരി. ഓക്കെ. അതിന്റെ പ്രത്യേകത ഏറ്റവും ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. നല്ല മൈലേജ്, അതായത് 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇത്രയും കുറവ് ഓട്ടോ ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ശരിക്കും പുള്ളിക്ക് പെട്രോൾ എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ. പെട്രോൾ നോക്കുന്നവർക്ക് 2020 ZX ഒരു സിറ്റി കൂടി ഉണ്ട്. സൺറൂഫ് ഇതൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ? അതെ. 15,000 ഓടിയത് ZX. ഓക്കെ. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ് അതും. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? വേണ്ട പെട്രോൾ വേണമെന്നവർക്ക് അതുകൊണ്ട് ഓപ്ഷൻ. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6,60,000 കൊടുക്കാം. 6,60,000. വില കേട്ടിട്ട് ഞെട്ടേണ്ട ആവശ്യമില്ല. ഈ ലോ കിലോമീറ്റർ ആയതുകൊണ്ടില്ല. ആ ഒരു ഇതാണ്. വില ചിലപ്പോൾ കൂടുതൽ തന്നെയാണ്, അത് എടുത്തു പറയാം. കാരണം എന്താ വെച്ചാൽ ആ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വെച്ചാൽ അങ്ങനെ തന്നെയാണ്. വണ്ടിയുടെ കിലോമീറ്റർ ഇതൊക്കെ അനുസരിച്ചാണ്. പിന്നെ ഫുൾ ഹിസ്റ്ററി പ്രൊവൈഡ് ചെയ്യാൻ എന്തായാലും ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എടുക്കാം. അത്രയോ ലോ കിലോമീറ്റർ ഓടിയൊരു സിറ്റി കിട്ടാൻ ചാൻസ് കുറവാണ്, ലോ കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ ആ ഒരു വില ഉണ്ടാവും അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ ഒരു 6 ലക്ഷം വരെ ലോൺ ചെയ്യാം. 6 ലാഖ് വരെ ലോൺ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു ഡീസൽ സിറ്റിയാണ്, മൈലേജിൻ്റെ രാജാവാണ്. അതെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞ കുറേ സ്റ്റോക്കും ഉണ്ട്. ഇനി വേറെ സ്റ്റോക്ക് പുറത്തുണ്ട് അല്ലേ? നിങ്ങളുടെ കാറ്റലോഗ് നമ്മൾ കൊടുത്ത നമ്പറിൽ കിട്ടുമല്ലോ? അതെ, കിട്ടും. ഓക്കെ. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കാറ്റലോഗിൻ്റെ ലിങ്ക് വരും. അതിൽ കയറി കഴിഞ്ഞാൽ ഫുൾ കാറ്റലോഗ് ഏതൊക്കെ വണ്ടിയുണ്ടോ അതിൻ്റെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റിയോ കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അത്രയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ, സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു മുനീർ ഭായ്. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.